1991 ജൂലൈ 6 കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത്. മുത്തുക്കുട്ടി ചന്ദ്രൻ അല്ലെങ്കിൽ റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ആളിനെയാണ് അവസാനമായി കേരളത്തിൽ കണ്ണൂർ ജയിലിൽ വെച്ച് വധശിക്ഷ നടപ്പാക്കിയത്. റിപ്പർ ചന്ദ്രന്റെ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുത്തില്ല. അതിന്റെ കാരണം എന്താണ്? വിശദമായി നോക്കാം. 1979 36 വയസ്സുള്ള അഴകേശനാണ് തിരുവനന്തപുരം പൂജാപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് അവസാനമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരു പ്രതി. ഇന്ത്യയിലാകട്ടെ 2020 മാർച്ച് 20 നിർഭയ കേസിലെ, അതായത് ഡൽഹി റേപ്പ് കേസിലെ 4 പ്രതികളെയാണ് അവസാനമായി തൂക്കിക്കൊന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ മാത്രമാണ് നായകന്മാർ വധശിക്ഷയിൽ നിന്ന് അവസാന നിമിഷം രക്ഷപ്പെടുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രതിക്ക് വധശിക്ഷ നടപ്പാക്കുമ്പോൾ എന്തെല്ലാമാണ് ജയിലിനകത്തും അതിനുശേഷവും അതിനു മുൻപും നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം ആദ്യം ചെയ്യുന്ന കാര്യം രാവിലെ 3 മണിക്ക് തന്നെ ജയിലർമാർ പ്രതിയെ വിളിച്ചുണർത്തുന്നു. അതിനുശേഷം പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുളിക്കാനുള്ള വെള്ളം കൊടുക്കുന്നു. വെള്ളം ചൂട് വേണോ തണുപ്പ് വേണോ എന്നുള്ളത് പ്രതിക്ക് തീരുമാനിക്കാം. പിന്നീട് തേച്ചലക്കിയ ജയിൽ വസ്ത്രമിട്ട് ആഹാരം കഴിക്കാൻ റെഡിയാക്കുന്നു. ഇതിനിടയിൽ പ്രതിയെ ജയിൽ സൂപ്രണ്ട് ബ്ലാക്ക് വാറന്റ് വായിച്ചു കേൾപ്പിക്കുന്നു. ബ്ലാക്ക് വാറന്റ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ കുറച്ചു കഴിയുമ്പോൾ വേറൊരു സന്ദർഭത്തിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനുശേഷം രാവിലെ കഴിക്കാനായിട്ടുള്ള ഇഷ്ട ആഹാരം ആ പ്രതിക്ക് എന്ത് വേണമെന്ന് പറയാം. പക്ഷേ വെളുപ്പിന് 3 മണിക്ക് നമുക്കെല്ലാം തന്നെ അറിയാം, ആഹാരം, അതായത് ഇഷ്ട ആഹാരം ലഭിക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ പ്രതിയോട് ചോദിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. രാവിലെ തന്നെ പ്രതിക്ക് ആ ആഹാരം കിട്ടുകയും ചെയ്യുന്നു. രാവിലത്തെ ആഹാരം കഴിഞ്ഞാൽ ആവശ്യത്തിന് വിശ്രമിക്കാനുള്ള സമയം പ്രതിക്ക് കൊടുക്കുന്നു. അതിനുശേഷം പ്രാർത്ഥനയുടെ സമയമാണ്. അതായത് ദൈവവിശ്വാസിയാണെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന മതഗ്രന്ഥം പ്രാർത്ഥിക്കാനായിട്ട് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ജയിൽ ഡോക്ടർ എത്തുന്നു. പ്രതിയുടെ ഹെൽത്ത് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് പ്രതിയെ വിലങ്ങിട്ട് തൂക്കുമരത്തിന് അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പ്രതിയെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ അത് സജ്ജമാക്കുന്നുണ്ട്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ജയിലിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. തൂക്കുമരം അഥവാ ഗാലോസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. നമ്മുടെ കേരളത്തിലാകെ 2 ഗാലോസ് ആണുള്ളത്. അതായത് തൂക്കുമരം ഒന്ന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലും രണ്ടാമത്തേത് കണ്ണൂർ സെൻട്രൽ ജയിലിലുമാണുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 തൂക്കുമരങ്ങൾ ഉണ്ട്. അതായത് കേരളത്തിൽ 2 ഗാലോസ് ആണുള്ളത്. ഒന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലും രണ്ടാമത്തേത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാത്രം 2 തൂക്കുമരങ്ങളുണ്ട്. കോടതി ഒരു പ്രതിക്ക് വധശിക്ഷ വിധിച്ചാൽ ആ പ്രതിക്ക് മേൽക്കോടതിയിൽ അപ്പീലിന് പോകാം. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിങ്ങനെ ഈ 2 കോടതികളും ആ ഒരു അപ്പീൽ തള്ളിക്കളഞ്ഞാൽ മാത്രമേ പ്രസിഡന്റിന്റെ ദയാഹർജിക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവസാന വഴിയായ ആ ഒരു ദയാഹർജിയും പ്രസിഡന്റ് തള്ളിക്കളഞ്ഞ് പിന്നെ വധശിക്ഷ നടപ്പാക്കിയേ നിവർത്തിയുള്ളൂ. അങ്ങനെ എല്ലാ വഴിയും അടഞ്ഞാൽ കോടതി വധശിക്ഷ നടപ്പാക്കാനുള്ള ബ്ലാക്ക് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നു. ബ്ലാക്ക് വാറന്റ് എന്ന് പറഞ്ഞാൽ പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കാനായിട്ട് സെൻട്രൽ ജയിലിന് അനുമതി നൽകുന്നതാണ്. അടുത്തതായി തൂക്കുമരം സജ്ജമാക്കുന്ന നടപടിക്രമങ്ങളാണ് അവിടെ നടത്തുന്നത്. ഇതിനായി ആദ്യം PWD എഞ്ചിനീയർ വന്ന് തൂക്കുമരത്തിന്റെ പ്രവർത്തനശേഷി കാര്യക്ഷമമാണോ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. എന്നിട്ട് ഇതൊരു പ്രത്യേക റിപ്പോർട്ടാക്കിയിട്ട് ജയിൽ സൂപ്രണ്ടിന് നൽകുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ വധശിക്ഷ നടപ്പാക്കുകയുള്ളൂ. അടുത്തതായി പ്രധാനപ്പെട്ട ഘട്ടമാണ്, അതായത് കയർ പരിശോധനയാണ്. വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന കയർ നിർമ്മിക്കുന്നത് പരുത്തി നൂലിലാണ്. അതായത് കോട്ടൺ നൂല് കൊണ്ട് ഈ കയർ പൂർണ്ണമായും ജയിലിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഏകദേശം 1 ഇഞ്ചാണ് ഈ കയറിന്റെ വണ്ണം എന്ന് പറയുന്നത്. നീളം ഏകദേശം 2 മീറ്ററോളം വരും. പ്രതിയുടെ വെയിറ്റ് അനുസരിച്ചാണ് കയറിന്റെ നീളം എടുക്കുന്നത്. പ്രതിക്ക് വെയിറ്റ് കുറവാണെങ്കിൽ കയർ കൂടുതൽ വേണ്ടിവരും. പ്രതിക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ കയർ കുറച്ച് മതിയാകും. ഒരു വധശിക്ഷ നടപ്പാക്കാൻ 3 കയറുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ആദ്യത്തെ കയർ പ്രതിയുടെ ശരീരത്തിന്റെ ഭാരത്തിന്റെ 2 ഇരട്ടി വെയിറ്റ് ഉള്ള ഒരു ഡമ്മി തൂക്കുകയർ പൊട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് ആ കയർ മാറ്റിവെക്കുന്നു. ആ കയർ പിന്നീട് ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ കയറാണ് ശരിക്കും വധശിക്ഷ നടപ്പാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കയർ എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതുകൊണ്ട് വേറെ യൂസ് ഒന്നുമില്ല. ഒരു പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ ഈ 3 കയറും കത്തിച്ചു കളയുന്നു. പിന്നെ കയറിന്റെ ഒരു പൊടി പോലും നമുക്ക് ആർക്കും തന്നെ കാണാൻ സാധിക്കില്ല.
അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഹാരത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം വിലങ്ങിട്ട് തൂക്കുമരത്തിന്റെ അടുത്തേക്ക് പ്രതിയെ കൊണ്ടുപോകുന്നു. തൂക്കുമരത്തിൽ പ്രതിക്ക് നിൽക്കാനുള്ള സ്ഥാനത്ത് കൃത്യമായി നിർത്തിയതിനു ശേഷം വിലങ്ങൂരി മാറ്റുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാച്ചാർ ആണ്. വിലങ്ങൂരിയ ഇരു കൈകളും കയറുകൊണ്ട് കെട്ടും. പ്രതിയുടെ കാലുകൾ കണങ്കാൽ ചേർത്ത് കെട്ടും. കുറച്ചു സമയം പ്രതിക്ക് പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുന്നു. അതിനുശേഷം മുഖം കറുത്ത മുഖംമൂടി കൊണ്ട് മറയ്ക്കുന്നു. എന്നിട്ട് കയറുകൊണ്ട് കഴുത്തിൽ കുരുക്കിടുന്നു. ആരാച്ചാറാണ് കഴുത്തിനുള്ള കുരുക്കെല്ലാം നേരത്തെ സെറ്റാക്കി വെക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കയറിന് കുരുക്കുണ്ടാക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക രീതി തന്നെയുണ്ട്. തൂക്കുമരത്തിൽ പ്രതിയെ നിർത്തിയ സ്ഥലത്ത് ചതുരാകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. ഇത് ആരാച്ചാർ ഒരു ലിവർ പിടിച്ചു വലിക്കുമ്പോൾ താഴോട്ട്, അതായത് തൂക്കുമരത്തിന് അടിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ പ്രതിയുടെ ശരീരം താഴോട്ട് പോകുന്നു. ഈ ചതുരാകൃതിയിലുള്ള ഭാഗം തുറക്കാനായി ഓട്ടോറിക്ഷയുടെ ലിവർ പോലുള്ള ഒരു ലിവർ തൂക്കുമരത്തിന് സൈഡിൽ തന്നെയുണ്ട്. ഇത് ആരാച്ചാർ പിടിച്ചു വലിക്കുമ്പോഴാണ് ആ ഭാഗം താഴോട്ട് പോവുകയും പ്രതിയുടെ ശരീരം താഴോട്ട് വരികയും ചെയ്യുന്നത്. ഏകദേശം 30 സെക്കൻഡ് കഴിയുമ്പോൾ മരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ജയിൽ ഡോക്ടർ വന്ന് ബോഡി പരിശോധിച്ച് മരണം ഉറപ്പാക്കുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നു. പ്രതിയുടെ ബോഡി ജയിലിനകത്തുകൂടെ പിന്നെ കൊണ്ടുപോകില്ല. ജയിലിന് പുറത്തേക്ക് കൊണ്ടുപോകാനായി പ്രത്യേക വഴികൾ തന്നെയുണ്ട്. ആ വഴി പ്രതികളുടെ ബോഡി കൊണ്ടുപോകാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒരു കാര്യത്തിനും ആ വഴി ഉപയോഗിക്കാറില്ല. ഇനി വീട്ടുകാർക്ക് ആ ഒരു ബോഡി വിട്ടുകിട്ടണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ബോഡി പുറത്തു കൊണ്ടുപോയാൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹളകളോ അക്രമങ്ങളോ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞാൽ ബോഡി വിട്ടുകൊടുക്കില്ല. ജയിൽ വളപ്പിൽ തന്നെ സംസ്കരിക്കുന്നു. ബോഡി പുറത്തു കൊണ്ടുപോയാൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുറപ്പുണ്ടായാൽ മാത്രമാണ് വീട്ടുകാർക്ക് ബോഡി വിട്ടുകൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്രതിക്ക് വധശിക്ഷ നടപ്പാക്കിയാൽ മുമ്പും ശേഷവും ചെയ്യുന്ന നടപടിക്രമങ്ങൾ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.